Micromax in Note 2 എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമുക്കറിയാം മൈക്രോമാക്സിൻ്റെ സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു എക്സ്പെക്റ്റേഷൻസാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനോടുള്ളത്. എനിവേ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 6.43 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അമോലഡ് പാനലാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഈ ഒരു അമോലഡ് ഡിസ്പ്ലേ വിത്ത് ഫുൾ HD+ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. കാരണം വളരെ കുറച്ച് സ്മാർട്ട് ഫോണുകൾ മാത്രമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. അതുപോലെ തന്നെ 409 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഡിവൈസിൽ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ അവൈലബിൾ ആണ്. ഒരു സെൻട്രൽ പഞ്ച് ഹോൾ കട്ടിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 84% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. 550 നിറ്റ്സിൻ്റെ ഒരു ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഏകദേശം 205 ഗ്രാംസ് ആണ് ഡിവൈസിൻ്റെ ബോഡി വെയ്റ്റ്. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കുന്ന സമയത്ത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. 12nm 4G ചിപ്സെറ്റാണ്. അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഗെയിമിംഗ് ചിപ്സെറ്റൊക്കെ ആയിട്ട് നമുക്ക് കണക്കിലെടുക്കാവുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് ഹീലിയോ G95. മാലി G76MC4 ആണ് GPU. ആൻഡ്രോയിഡ് 11ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. അത്യാവശ്യം ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. മൈക്രോമാക്സ് ഇൻ നോട്ട് 2 എന്ന സ്മാർട്ട് ഫോൺ ഒരു സിംഗിൾ വേരിയൻറ്റിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 4GB റാം ആൻഡ് 64GB സ്റ്റോറേജ് ആണിത്. ഒപ്പം ഈ ഒരു ഡിവൈസിൽ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ്. ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. ക്യാമറ ഡിസൈനും കാര്യങ്ങളൊക്കെ പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു ഫീച്ചറാണ്. മൈക്രോമാക്സ് എന്ന ബ്രാൻഡിൽ നിന്നിറങ്ങിയ സ്മാർട്ട് ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻ നോട്ട് 2 എന്ന ഡിവൈസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ മികച്ചൊരു ഡിസൈൻ തന്നെയാണ്. മുന്നിറങ്ങിയ സ്മാർട്ട് ഫോണുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മികച്ച ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ക്യാമറയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി സെൻസർ 48 മെഗാപിക്സലാണ്. f1.8 ആണ് അപ്പർച്ചർ. ഒപ്പം 5 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. 115 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ് അതിൽ നമുക്ക് ലഭിക്കുന്നത്. ദെൻ 2 മെഗാപിക്സൽ മാക്രോ പ്ലസ് 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ. ഇങ്ങനൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. എനിവേ റിയർ ക്യാമറ വെച്ച് നമുക്ക് 1080p വീഡിയോസ് 30 FPS മാക്സിമം റെസൊല്യൂഷൻ വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. 4K സപ്പോർട്ടഡ് അല്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 16 മെഗാപിക്സൽ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ്. ഡിസ്പ്ലേക്കകത്ത് ഒരു സെൻട്രൽ പഞ്ച് ഹോൾ കട്ടിലാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ചാർജിങ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. ഡീസൻ്റായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകളിൽ കണ്ടുവരുന്ന ആ ഒരു ബാറ്ററി സെറ്റപ്പൊക്കെ തന്നെയാണ്. 30 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഡിവൈസിൽ വരുന്നത്. ഏകദേശം 50% 25 മിനിറ്റ്സിനകം ചാർജ് ചെയ്യാം എന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ റിവേഴ്സ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അമോലഡ് ഡിസ്പ്ലേ ആണ്. ഫുൾ HD റെസൊല്യൂഷനൊക്കെ ഉണ്ട്. എങ്കിലും ഈ ഒരു ഡിവൈസിൽ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണ് വരുന്നത്. എന്തായാലും ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എക്സ്പെക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. USB Type-C പോർട്ടാണ് വരുന്നത്. ഹെഡ്ഫോൺ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. 2 കളർ വേരിയൻസിലാണ് ഈ ഒരു ഇൻ നോട്ട് 2 എന്ന ഡിവൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെയാണ് മൈക്രോമാക്സിൻ്റെ ഇൻ നോട്ട് 2 എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സിംഗിൾ വേരിയൻറ്റിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13,490 രൂപയാണ്. ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് കട്ടിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് ഏകദേശം 12,500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 1000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ലിമിറ്റഡ് പീരിയഡിന് മാത്രമാണ് ഈ ഒരു ഡിസ്കൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഡിവൈസിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് ഈ വരുന്ന ജനുവരി 30 ആ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് കട്ടിൻ്റെ ടൈമിൽ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12,500 രൂപയ്ക്ക് ഒരു വാല്യൂ ഫോർ മണി ഡിവൈസ് തന്നെയാണ് മൈക്രോമാക്സിൻ്റെ ഇൻ നോട്ട് 2 എന്ന ഡിവൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.